ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വഴക്ക് നടക്കുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ജിഷിനും ജിസയിലും വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് തന്നെ അവിടെ വേണം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ കുറച്ച് മട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മട്ടൻ കറി വെക്കാനായിട്ട് വീട്ടിലുള്ളവർ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അനുമോൾ മട്ടൻ കറി വെക്കാൻ അനുമോൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേ ജിഷിൻ പറയുന്നുണ്ട് വെജിറ്റേറിയൻ ആയിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തിയും കറിയും തന്നെ വേണം. അപ്പോഴേ ജിഷിൻ പറയുന്നുണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഞങ്ങൾക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും തന്നെ വേണം. സംഭവം അവിടെ ചോറൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ ആ ചോറിൻ്റെ കൂടെ വല്ല ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മുടെ ജിഷിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നിട്ടാണ് ചപ്പാത്തിയും കറിയും വേണമെന്ന് പറയുന്നത്. അപ്പോഴേ റെന പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മതി, എനിക്കിന്നു മുതൽ നോൺ വെജ് വേണ്ട. പക്ഷേ ജിഷിൻ സമ്മതിച്ചില്ലേ. ജിഷിൻ കയറി അങ്ങ് ഉടക്കി. അത് പറ്റത്തില്ല, നിങ്ങൾ നോൺ വെജ് കഴിക്കുമല്ലോ, അതുകൊണ്ട് അത് കഴിച്ചാൽ മതി. ഞങ്ങൾ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നത് തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. റെനയുടെ ഗെയിം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ജിഷിൻ അവിടെ സത്യം പറഞ്ഞാൽ കുടുങ്ങിപ്പോയി. കാരണം ജിഷിൻ അതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ വരെ റെന നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ എനിക്ക് നോൺ വെജ് വേണ്ട, ഞാൻ ഇതിനോട് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് റെന പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ജിഷിൻ ശരിക്കും പെട്ടു കേട്ടോ. ഇതൊരു സർവൈവൽ ഷോയാണ്. ഇവിടെ കിട്ടിയത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അവിടെ ചോറൊക്കെ ഇരിപ്പുണ്ട്, അതിന് വല്ല വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജിഷിനും ജിസയിലൊക്കെ ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എന്നാലും ജിഷിന് അത് പറ്റത്തില്ല. ജിഷിന് ചപ്പാത്തിയും കറിയും തന്നെ വേണം. എന്നാൽ പിന്നെ ആ ഒരു സ്ഥിതിക്ക് റെനയും പറയുന്നത് പിന്നെ എനിക്കും കൂടി ആയിക്കോട്ടെ എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ.